ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. ഡോക്ടർ കെ സനൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി എന്നുള്ള വിവരമാണ്. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ തീരുമാനമാണിപ്പോൾ സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. സിൻഡിക്കേറ്റ് യോഗത്തിലെ വിശദാംശങ്ങളുമായി ഗോപാൽ ഷീലാസനൽ ഇപ്പോഴുണ്ട്. ഗോപാൽ, രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുന്നു, എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതേ സംഭവം തന്നെ ഉണ്ടായിരിക്കുന്നു. സിൻഡിക്കേറ്റ് ഇടപെട്ട് ഡോക്ടർ കെ സനൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. വൈസ് ചാൻസലർ സിസ തോമസ് തന്റെ പഴയ നിലപാടിൽ ഉറച്ചു നിന്നുവെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായത്തിൽ സിൻഡിക്കേറ്റ് തങ്ങളുടെ മൃഗീയ ഭൂരിപക്ഷം ഇവിടെ ഉപയോഗിക്കുകയായിരുന്നു. സിൻഡിക്കേറ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്ന വിഷയമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് രജിസ്ട്രാർ ഡോക്ടർ കെ സനൽകുമാറിന്റെ സസ്പെൻഷൻ ഇവിടെ റദ്ദാക്കിയിരിക്കുന്നത്. ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി സിൻഡിക്കേറ്റ് പ്രധാനപ്പെട്ട 3 അംഗങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഡോക്ടർ ഷിജു ഖാൻ, അതിനോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ജി മുരളീധരൻ, ഡോക്ടർ നസീബ് എന്നിവരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാനും അന്വേഷിക്കാനും വേണ്ടി സിൻഡിക്കേറ്റ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 3 അംഗ സമിതിയാണ് ഇതുപോലെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കോടതിയെ അറിയിക്കുവാൻ വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സത്യവാങ്മൂലമായി സർവകലാശാല സിൻഡിക്കേറ്റ് നൽകുക ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗം നടന്നുവെന്നും VCയുടെ ഭാഗത്ത് നിന്ന് ചട്ടവിരുദ്ധമായ പ്രവർത്തനം നടന്നുവെന്നും അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഇടപെടൽ സിൻഡിക്കേറ്റ് യോഗം കൂടി കണ്ടെത്തുകയും കണ്ടെത്തലിനെ തുടർന്ന് ആ തീരുമാനം പുനഃപരിശോധിച്ച് ഡോക്ടർ കെ സനൽകുമാറിന്റെ സസ്പെൻഷൻ അനാവശ്യമാണെന്ന് കണ്ടെത്തി ആ നടപടി റദ്ദാക്കാനാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായി തന്നെ നാളെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സർവകലാശാലയുടെ നടപടി സിൻഡിക്കേറ്റിന്റെ നടപടി എന്ന നിലയ്ക്ക് അറിയിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് രജിസ്ട്രാർ ഇൻചാർജിനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്റ്റാൻഡിംഗ് കൗൺസിലോട് ഇത്തരത്തിൽ ഒരു തീരുമാനം സർവകലാശാലയുടെ ഭാഗത്ത് ഉണ്ടായി എന്നും അത് കൃത്യമായി സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖേന ഹൈക്കോടതിയിലേക്ക് അറിയിക്കണമെന്നും ചുമതലപ്പെടുത്താൻ നിലവിൽ രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡോക്ടർ പി ഹരികുമാറിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 3 അംഗ അന്വേഷണ കമ്മിറ്റിയെയും എന്താണ് അന്നത്തെ ദിവസം ഈ പരിപാടിയിൽ നടന്നത് എന്നും ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായതെന്നും VC എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടെടുത്തതെന്നും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഡോക്ടർ ഷിജു ഖാൻ, അതിനോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ജി മുരളീധരൻ, ഡോക്ടർ നസീബ് എന്നീ 3 അംഗങ്ങളെയാണ് ഇത് സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനമെടുപ്പിക്കാൻ അല്ലെങ്കിൽ അന്വേഷിക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. VCയുടെ വിയോജനക്കുറിപ്പോടുകൂടിയാകും നാളെ ഈ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ എത്തുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VC സ്വന്തം നിലയ്ക്ക് ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇതിനുവേണ്ടി നേരത്തെ തന്നെ VC സ്വന്തം അഭിഭാഷകരെ ചുമതലപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗമാണ് ചേർന്നിരുന്നത്. ഈ യോഗത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ വിഷയം അജണ്ടയിലില്ല എന്ന നിലപാടാണ് VC എടുത്തിരുന്നത്. അതേസമയം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരു UDF അംഗമുണ്ട്. അപ്പോൾ മൃഗീയമായൊരു ഭൂരിപക്ഷം ഇക്കാര്യത്തിലുണ്ട്. BJP അംഗത്തിന്റെ നിലപാട് അവിടെ ദുർബലമായി പോവുകയും ചെയ്യും. അപ്പോൾ സിസ തോമസ് വൈസ് ചാൻസലർ എന്ത് നിലപാടെടുത്തു? നിശബ്ദയായിരിക്കുന്നു. എന്റെ വിയോജനക്കുറിപ്പോടുകൂടി നിങ്ങൾ തീരുമാനമെടുത്താൽ മതി എന്ന രൂപത്തിൽ പ്രതികരിക്കുകയായിരുന്നു. സ്മൃതി, ഇന്ന് 11 മണിയോടുകൂടി സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചു. സിൻഡിക്കേറ്റ് യോഗത്തിൽ ആദ്യ നടപടിക്രമമായി നടന്നത് ആ അച്ചടക്ക നടപടി സംബന്ധിച്ച റിപ്പോർട്ട്, എങ്ങനെയാണ് നടപടിയെടുത്ത് എന്ന് സംബന്ധിച്ച റിപ്പോർട്ട് വൈസ് ചാൻസലർ സിസ തോമസ് യോഗത്തിൽ ടേബിൾ ചെയ്തു. ആ യോഗത്തിൽ ടേബിൾ ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ജി മുരളീധരൻ ഈ വിഷയം സസ്പെൻഷൻ നടപടി ചർച്ച ചെയ്യണമെന്നും അത് പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. എന്നാൽ അത് അജണ്ടയിൽ ഉൾപ്പെട്ട വിഷയമല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വൈസ് ചാൻസലർ പൂർണ്ണമായും എതിർക്കുകയായിരുന്നു. കാരണം ഇന്നത്തെ യോഗം ചേർന്നിരിക്കുന്നത് ഈ സർവകലാശാലയുടെ സത്യവാങ്മൂലം എന്താണ് എന്ന് സംബന്ധിച്ച വിഷയം പരിശോധിക്കാനാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം മാത്രമായിരിക്കും ഇന്ന് ചർച്ച ചെയ്യുക. അല്ലാതെ സസ്പെൻഷൻ നടപടി പുനഃപരിശോധിക്കാനോ അത് ചർച്ച ചെയ്യാനോ നിർവാഹമില്ല എന്ന നിലപാട് VC എടുത്തു. എന്നാൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞത് ഈ നടപടി തന്നെ തെറ്റാണ്, അത് പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്, അത് പുനഃപരിശോധിച്ച് പുതിയ തീരുമാനമാണ് നാളെ ഹൈക്കോടതിയിൽ അറിയിക്കേണ്ടത് എന്ന വാദം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചു. എന്നാൽ അത് അംഗീകരിക്കാൻ VC തയ്യാറായില്ല. VCയെ പിന്തുണച്ചുകൊണ്ട് 5 BJP സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് സിൻഡിക്കേറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ VCയെ പിന്തുണച്ചുകൊണ്ട് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരു വശത്ത് നിലകൊണ്ടു, മറുവശത്ത് കടുത്ത നിലപാടിൽ കടുത്ത രൂക്ഷമായ ഭാഷയിൽ ഇടതംഗങ്ങൾ പ്രതികരിച്ചതോടെ വലിയ വാക്കേറ്റമുണ്ടായി, തർക്കമുണ്ടായി, ബഹളമുണ്ടായി. തുടർന്ന് തങ്ങളുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് ഈ വിഷയത്തിൽ കർശനമായ നിലപാടെടുക്കുകയായിരുന്നു. അതായത് VCയുടെ അധികാരത്തിൽപ്പെട്ടതല്ല ഒരു രജിസ്ട്രാർ എന്ന വ്യക്തിയെ, എന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെങ്കിൽ അത് വൈസ് ചാൻസലർക്ക് ഒറ്റയ്ക്കെടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല. ആ വിഷയം ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത് സിൻഡിക്കേറ്റ്
യോഗത്തിലാണ്. സിൻഡിക്കേറ്റ് യോഗം ആ വിഷയം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചർച്ച ചെയ്ത് അതിൽ നടപടിയെടുത്തതിന് ശേഷം മാത്രമേ അതൊരു അച്ചടക്ക നടപടിയിലേക്കോ സസ്പെൻഷനിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. എന്നാൽ അത്തരത്തിലൊരു നിലപാടോ അത്തരത്തിലൊരു ഇടപെടലോ ഇവിടെ ഉണ്ടായിട്ടില്ല. അതിൽ ഏറ്റവും കൂടുതലായി സിൻഡിക്കേറ്റ് സൂചിപ്പിച്ചത് ഈ നടപടി ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപത്തെ മണിക്കൂറുകളിൽ പോലും ആ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതംഗങ്ങൾ കത്ത് നൽകിയിരുന്നു. ആ കത്തിന് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് സ്വന്തം താല്പര്യപ്രകാരം ബാഹ്യ സമ്മർദ്ദത്തിലൂടെ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം രജിസ്ട്രാറുള്ള ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ അധികാര ദുർവിനിയോഗം ഇവിടെ ഉണ്ടായി. ചട്ടവിരുദ്ധമായ സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വിഷയം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് ഇടതംഗങ്ങൾ വരികയായിരുന്നു. തുടർന്ന് VC ഈ വിഷയത്തിൽ മറ്റ് നിലപാടുകളിലേക്ക് പോകാതിരിക്കുകയും സിൻഡിക്കേറ്റ് തങ്ങളുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് സസ്പെൻഷൻ നടപടി റദ്ദാക്കുകയും സങ്കീർണമായ സാഹചര്യം നീങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വിവരം. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. TV പ്രസാദ് കൂടിയുണ്ട്. പ്രസാദ്, ഇപ്പോൾ സിൻഡിക്കേറ്റിന്റെ തീരുമാനമാണ് നാളെ ഹൈക്കോടതിയെ അറിയിക്കുക. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുന്നു എന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭൂരിപക്ഷ നിലപാട് അതിന്മേൽ തീരുമാനമെടുത്തിരിക്കുന്നു. അതേസമയം വൈസ് ചാൻസലറുടെ വിയോജന കുറിപ്പോടുകൂടിയായിരിക്കും ആ വിവരം ഹൈക്കോടതിയെ അറിയിക്കുക. കാര്യങ്ങൾ സങ്കീർണമായി തന്നെ തുടരുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ പ്രസാദ്. ഉറപ്പായും ഇതൊരു വലിയ നിയമപ്രശ്നമായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു നീക്കവും എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. അതായത് എന്തായിരിക്കും ഇതിൽ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോവുക എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ഒരു വൈസ് ചാൻസലർക്ക് എങ്ങനെയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുക എന്ന ചോദ്യം പ്രധാനമായും ഉന്നയിച്ചിരുന്നു. അതിൽ തീരുമാനമെടുക്കേണ്ട ബോഡി എന്ന് പറയുന്നത് ആത്യന്തികമായി സിൻഡിക്കേറ്റ് തന്നെയാണ്. ആ സിൻഡിക്കേറ്റ് തന്നെയാണ് ഇന്നിപ്പോൾ യോഗം ചേർന്ന് സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്തത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഭാരതാംബ വിവാദ സമയത്ത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അലങ്കോലമാക്കി എന്നുള്ളതാണ് പ്രധാനമായി ഇതിൽ വൈസ് ചാൻസലറും അതോടൊപ്പം തന്നെ രാജ്ഭവൻ അനുകൂലികളും ചൂണ്ടിക്കാണിക്കുന്നത്. അത് പറയുമ്പോൾ തന്നെ രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് രജിസ്ട്രാറുടേതായ ന്യായങ്ങളുണ്ട്. ചട്ടപ്രകാരം മതപരമായ ചിഹ്നങ്ങൾ ഇതിനുപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ RSSകാർ ഉപയോഗിക്കുന്ന കൊടിയേന്തിയ ആ ഒരു ചിത്രമാണ് അന്നത്തെ യോഗത്തിൽ അന്നത്തെ സമ്മേളനത്തിൽ അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്ത് ഇത് മതപരമായ ചിഹ്നമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെനറ്റ് ഹാളിലെ പരിപാടി റദ്ദാക്കാനുള്ള തീരുമാനം അന്ന് രജിസ്ട്രാർ എടുക്കുകയും അത് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുകയും ഒടുവിൽ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടതിന് ശേഷവും ഗവർണർ രാജേന്ദ്ര അർലേക്കർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തത്. അതാണ് പിന്നീട് മോഹൻ കുന്നുമ്മൽ അത് വലിയ നിയമവിരുദ്ധമായ കാര്യമാണ് രജിസ്ട്രാർ ചെയ്തതെന്ന് പറഞ്ഞു ഒടുവിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിയത്. പക്ഷേ രജിസ്ട്രാറുടെ കൂടെ ഒറ്റക്കെട്ടായി സിൻഡിക്കേറ്റിലെ ഇടതുപക്ഷ അംഗങ്ങളും സർക്കാരും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാവരും ചേർന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവമായി യൂണിവേഴ്സിറ്റിയിലുണ്ടായ സംഭവ വികാസങ്ങൾ മാറി എന്നുള്ളതാണ്. ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചതിനെ തുടർന്ന് അന്ന് കൃഷി വകുപ്പിൻ്റെ പരിപാടി ബഹിഷ്കരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റി. മറ്റൊരു പരിപാടിയിലാണെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പരിപാടിയിലാണെങ്കിൽ മന്ത്രി V ശിവൻകുട്ടി അവിടേക്ക് ഉദ്ഘാടനം തുടങ്ങിയതിന് ശേഷം കയറിച്ചെന്ന് തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് ആ ദേശീയ ഗാനം ആലപിക്കുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങി വന്ന് രാജ്ഭവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രോട്ടോകോൾ ലംഘിച്ച് ഇറങ്ങി വരികയും ചെയ്തു. ആ രീതിയിലാണ് കാര്യങ്ങൾ നടന്നതെങ്കിൽ ഒരു പരസ്യമായ സംഘർഷത്തിലേക്ക് ഭാരതാംബയുടെ ചിത്രം മാറുന്നത് അത് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ പരിപാടിയോട് കൂടിയാണ്. ഈ പരിപാടി നടത്താൻ പാടില്ല എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് രജിസ്ട്രാർ അങ്ങനെ ഒരു തീരുമാനവും എടുത്തത്. രജിസ്ട്രാർ ആ തീരുമാനമെടുക്കുന്ന സമയത്ത് ചട്ടമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുകയും ചെയ്ത് അന്ന് 5:30 നിശ്ചയിച്ച പരിപാടിക്ക് വൈകിട്ട് 6:30 ഗവർണർ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന ഉദ്ദേശം രാജ്ഭവൻ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശ്രുതി. അതായത് ആദ്യം 5:30 വരാൻ നിശ്ചയിച്ച സമയത്ത് പോലീസ് രാജ്ഭവനോട് അങ്ങോട്ടേക്ക് പറയുകയാണ് തൽക്കാലം ഇപ്പോൾ വരരുത്, ഇവിടെ ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട് എന്ന്. അതായത് പടം എടുത്തു മാറ്റാതെ പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് രജിസ്ട്രാർ പറയുന്നു. പടം വെച്ചുകൊണ്ട് തന്നെ പരിപാടി നടത്തും എന്ന് സംഘാടകർ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഗവർണർ വന്നാൽ ഗവർണറെ തടയുമെന്ന നിലപാട് SFI പ്രവർത്തകർ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു
സംഘർഷത്തിൻ്റെ സാഹചര്യം ഉണ്ടായ സമയത്ത് പോലീസ് പറയുന്നു തൽക്കാലം പോകേണ്ടതില്ല. പക്ഷെ പിന്നീട് ആ രജിസ്ട്രാർ തന്നെ രാജ്ഭവനെ അറിയിക്കുകയാണ് പരിപാടി റദ്ദാക്കിയെന്ന്. പരിപാടി റദ്ദാക്കി എന്ന കാര്യം രാജ്ഭവനെ അറിയിച്ചതിന് പിന്നാലെ ഗവർണർ ആ പരിപാടിക്ക് വരികയാണ്. പരിപാടി നടക്കുകയാണ്. നമ്മളെന്ന് കണ്ടതുപോലെ വലിയ തോതിൽ പോലീസുമായി SFI പ്രവർത്തകർ സംഘർഷത്തിലാകുന്ന ചിത്രവും ഹാളിലുണ്ടായ ബഹളവും എല്ലാം നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് ഒരു ശക്തമായ നടപടി എന്ന നിലയിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം വൈസ് ചാൻസലർ എടുക്കുന്നതും ഒടുവിൽ വൈസ് ചാൻസലർക്ക് സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഏറ്റവും ഒടുവിൽ സിൻഡിക്കേറ്റും പിന്തുണ പ്രഖ്യാപിക്കുന്നതും ഒടുവിൽ ഇന്ന് സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് വലിയ നിയമ പോരാട്ടത്തിലേക്ക് നിലപാടും പ്രധാനമാണ്. ഗോപാൽ ശീലാസനൽ, ഇപ്പോൾ കാവിക്കോടിയേന്തിയ ഭാരതാംബ, കാവിക്കോടിയേന്തിയ ഒരു സ്ത്രീ എന്ന പ്രയോഗത്തെ കോടതി വിമർശിക്കുക കൂടി ചെയ്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം, സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭൂരിപക്ഷ നിലപാടാണ് തീരുമാനമായി വന്നിരിക്കുന്നത്. നാളെ ആ തീരുമാനം കോടതി അറിയിക്കുമ്പോൾ വൈസ് ചാൻസലറുടെ വിയോജിപ്പോടു കൂടിയാണ് അത് അറിയിക്കാൻ പോകുന്നത്.